കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നിരവധി ചിത്രങ്ങളുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ കാണാൻ കാത്തിരുന്ന ടർബോ, ഇന്ത്യൻ 2, കൽക്കി തുടങ്ങി മലയാളത്തിലെ തമിഴിലെ തെലുങ്കിലെയൊക്കെ വമ്പ ഹിറ്റ് ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കൺഫേം ആയിട്ടുള്ള 6 സിനിമയുടെ OTT റിലീസ് ഡേറ്റ്, അതോടൊപ്പം OTT റിലീസ് സ്വന്തമാക്കിയ 4 ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൃശ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് വെബ് സീരീസ് ആയിരുന്നു വൃന്ദ എന്ന് പറയുന്ന വെബ് സീരീസ്. മികച്ച അഭിപ്രായം നേടിയ ഈ ഒരു വെബ് സീരീസ് ഇന്നലെ മുതലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളോടെ ഈ ഒരു വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ വെള്ളിയാഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന നിരവധി ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമാണ് നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് വഴി ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 അതായത് വെള്ളിയാഴ്ച ഈ സിനിമ OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച OTT റിലീസിന് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിന്റെ ടർബോ എന്ന് പറയുന്ന സിനിമയാണ്. ഏകദേശം 30 കോടിയോളം ബഡ്ജറ്റ് വന്ന ഈ ഒരു ചിത്രം ഏകദേശം 70 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 സോണി ലൈവ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ടർബോ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ മാസം 9 റിലീസ് ചെയ്യുന്ന മറ്റൊരു ഹിന്ദി ചിത്രം നോക്കുകയാണെങ്കിൽ ഫിറായി ഹസൻ ദിൽറുബ എന്ന് പറയുന്ന ഒരു തപ്സി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമാണ്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി വരുന്ന ഓഗസ്റ്റ് മാസം 9 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഹിന്ദി ഭാഷ മാത്രമേക്ക് ഒരുപക്ഷെ റിലീസ് ചെയ്താൽ തമിഴ്, തെലുങ്ക് ഭാഷകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഓഗസ്റ്റ് മാസം 15 2 ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിലൊന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ കേന്ദ്ര കഥാപാത്രമെടുത്തിയ ഒരു ആന്തോളജി ചിത്രമാണ്. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി 9 സൂപ്പർ താരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി 9 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്ത ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. C5 ആണ് ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ C5 വഴി നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെ ആയിരിക്കും C5 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം 15 റിലീസ് ചെയ്ത മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പവി കെയർടേക്കർ എന്ന് പറയുന്ന വിനീത് ഡയറക്ട് ചെയ്ത ചിത്രമാണ്. നേരത്തെ ജൂലൈ മാസം 26 ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്ന നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 2 ചിത്രങ്ങൾ ആ സെയിം ഡേറ്റ് മനോരമ വഴി റിലീസ് ചെയ്ത സാഹചര്യത്തിലാണ് OTT റിലീസ് നേടിയിട്ടുള്ളത്. നിലവിൽ നമുക്ക് ഓഗസ്റ്റ് മാസം 9 നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ മനോരമ വഴി റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം 15 ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിലെ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ മനോരമ വഴി റിലീസ് ചെയ്യുന്ന പറയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ മനോരമ കമ്മിങ് സൂൺ ലിസ്റ്റിലാണ് പവി കെയർടേക്കർ കിടക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഓഗസ്റ്റ് മാസം 15 ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 ചിത്രങ്ങളാണ് ഓഗസ്റ്റ് മാസം 15 ഇതുവരെ കൺഫേം ആയിട്ട് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസം 9 മറ്റൊരു തമിഴ് ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. തമിഴിലെ വമ്പൻ ഡയറക്ടറായ ശങ്കർ കമലഹാസനെ കേന്ദ്ര കഥാപാത്രം ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രമായ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയാണ്. എന്നാൽ വലിയ പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസ് വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 മുതൽ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ 4 ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഗോളം എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ മികച്ച ചിത്രം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗഗനാചാരി എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമാണ്. ഗഗനാചാരി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാൽ അനാർക്കലി മരക്കാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു. അരുൺ ചന്തുവാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു. ഇത് ഏകദേശം 4 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയപ്പോൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് അല്ലാതെ സൈനാപ്ലൈ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, അരൺസീർ, സണ്ണീബൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമാണ് ഗോളോ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ മികച്ച ചിത്രം ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട വിജയം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 2 ചിത്രങ്ങളുടെ ഡിജിറ്റൽ റൈറ്റ്സ് സൈനാപ്ലൈ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഡേറ്റ് കൺഫേംഡ് ആയിട്ട് പുറത്തു വന്നിട്ടില്ല. എന്തെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ സൈനാപ്ലൈ OTT റിലീസ് ഡേറ്റ് പുറത്തുവിടുന്നു പ്രതീക്ഷിക്കാം.
അതോടൊപ്പം തന്നെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ 2023 ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയ ഒരു തെലുങ്ക് ചിത്രമാണ് ഏജന്റ് എന്ന് പറയുന്ന സിനിമ. മമ്മൂക്കയും അതോടൊപ്പം നിഖിൽ അക്നേനിയും കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിന് OTT റിലീസിന് വേണ്ടി വളരെ നാളുകളായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തെ ആദ്യത്തോടു കൂടിയോ സോണി ലൈവ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ലിസ്റ്റിലെ അവസാനത്തെ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് നായകനായിട്ടെത്തിയ ചിത്രത്തിന്റെയാണ്. നിലവിൽ മികച്ച വിജയം നേടി ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച വിജയം നേടി പ്രദർശന വിജയം തുടരുന്ന ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. പ്രഭാസിനൊപ്പം തന്നെ അമിതാഭ് ബച്ചന്, അതോടൊപ്പം തന്നെ കമലഹാസന്, ദീപിക പദുക്കോൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ശോഭന, അന്നാബൻ, ദുൽഖർ സൽമാൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് 1100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് തിയേറ്ററിൽ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ സൗത്ത് ഇന്ത്യൻ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും അതോടൊപ്പം തന്നെ ഹിന്ദി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന നെറ്റ്ഫ്ലിക്സും ആണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. റെക്കോർഡ് നോക്കിയാണ് ചിത്രത്തിൽ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ വിറ്റുപോയിട്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തോടു കൂടി മാത്രമേ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഉണ്ടാകത്തുള്ളതാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഡേറ്റ് കൺഫേംഡ് ആയിട്ടും പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഉടൻ തന്നെ നമുക്ക് ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് അറിയാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലെ ഈ ലിസ്റ്റിനെ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.